നമസ്തേ കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് നക്ഷത്ര പെൺകുട്ടിയുടെ കഥ കേൾക്കാം. പരീക്ഷയൊക്കെ കഴിഞ്ഞു, കുട്ടികൾ അവധിക്കാലമായി, എല്ലാവരും തിമിർത്തു കളിക്കുകയായിരുന്നു. സന്ധ്യാനേരമായി. മാതാപിതാക്കൾ അവിടെവിടെയായി ഒറ്റക്കും കൂട്ടമായും ഇരിക്കുന്നു. പെട്ടെന്നതാ ഒരു അത്ഭുതം. അതാ നോക്കൂ, ആകാശത്ത് വലിയ വെളിച്ചം. ഒരു കൂട്ടം നക്ഷത്രങ്ങൾ ഒന്നിച്ചു മിന്നിത്തിളങ്ങി. അതാ അതിൽ നിന്നും സ്വർണവർണ്ണത്തിലുള്ള ഒരു നക്ഷത്രം താഴേക്ക് താഴേക്ക്. കുട്ടികളെല്ലാം അമ്പരന്നു. ഇതെന്ത് അതിശയം! അത് ഭൂമിയിൽ കുത്തനെ നിലംപതിച്ചു. കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ വീണ്ടും മിന്നിത്തിളങ്ങി. പെട്ടെന്നായിരുന്നു അത്ഭുതം സംഭവിച്ചത്. ആ നക്ഷത്രം ഒരു കുഞ്ഞു സുന്ദരിക്കുട്ടിയായി. കുട്ടികൾ ആർത്തു ചിരിച്ചു. ഹായ് നക്ഷത്ര പെൺകുട്ടി! കുഞ്ഞുങ്ങൾ അവർക്ക് ചുറ്റും ഒത്തുകൂടി. അവളുടെ കൈകളിൽ തൊട്ടു, മുടിയിഴകളിൽ തലോടി. എന്തു മിനുസമുള്ള മുടി! ആ കുഞ്ഞു നക്ഷത്ര പെൺകുട്ടിയും അത്ഭുതപ്പെട്ടു. ഹോ, എന്തു നല്ല കുട്ടികളാണ് ഈ ഭൂമിയിൽ! ഇവരൊക്കെ എത്ര സന്തോഷമുള്ളവരാണ്! പക്ഷെ അങ്ങനെയല്ലല്ലോ തന്നെ ഇവിടെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവം പറഞ്ഞത്. കുട്ടികൾ വളരെ അരക്ഷിതാവസ്ഥയിലാണെന്നും അവർക്ക് മണ്ണിനോടും മരങ്ങളോടും മഴയോടും ഒന്നും യാതൊരു ശ്രദ്ധയുമില്ലെന്നും അവർ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ് എന്നിവയിൽ ജീവിക്കുകയാണെന്നും ഒക്കെ അവരുടെ മാതാപിതാക്കൾ വളരെ തിരക്കുള്ളവരായതുകൊണ്ട് അവരെ വേണ്ട വിധം ശ്രദ്ധിക്കാനാവില്ലെന്നുമാണല്ലോ. നീ അവരുടെ അടുത്ത് പോയി അവരോടൊപ്പം സമയം ചിലവിട്ട് അവരുടെ പ്രശ്നം എന്താണെന്നറിഞ്ഞ് നിനക്ക് ഉചിതമായത് ചെയ്ത് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നുമാണല്ലോ പറഞ്ഞത്. പക്ഷെ ഇവരെ കണ്ടിട്ട് വിഷമിക്കുന്നവരാണെന്ന് തോന്നുന്നേയില്ല. ഒരുപക്ഷെ എന്നെ കണ്ട സന്തോഷമാകാം ഇവരിത്ര ആനന്ദിക്കാൻ കാരണം. ആ കുഞ്ഞു നക്ഷത്രക്കുട്ടി അവർ നോക്കി നിൽക്കെ പതിയെ പതിയെ വലുതായി, കൂടുതൽ കൂടുതൽ സുന്ദരിയായി. പല വർണ്ണങ്ങളിലുള്ള നക്ഷത്ര ഉടുപ്പുകൾ അവളുടെ ദേഹത്ത് മാറി മാറി വന്നു. അവളുടെ സൗന്ദര്യവും തിളക്കവും കണ്ട് പെൺകുട്ടികൾ അമ്പരന്നു. അവർ ചിരിച്ചു, ആഹ്ലാദിച്ചു. അവൾ അവരോട് ചോദിച്ചു, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ആ പറയാം, അവർ സമ്മതിച്ചു. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണോ? ആരെങ്കിലും ഈ കൂട്ടത്തിൽ സങ്കടപ്പെടുന്നവരായിട്ടുണ്ടോ? പലരുടെയും മുഖം മങ്ങുന്നത് നക്ഷത്ര പെൺകുട്ടി കണ്ടു. ഇതെന്താണ് ഇവരുടെ മുഖം ഇത്ര പെട്ടെന്ന് വാടിയത്? അപ്പോൾ ദൈവം പറഞ്ഞത് സത്യം തന്നെയാണ്. എന്താണ് കാര്യം? അവൾ വീണ്ടും അവരോട് ചോദിച്ചു. ആരും ഒന്നും മിണ്ടിയില്ല. ഞാൻ പറയാം ചേച്ചി, ചിലരൊക്കെ വളരെ വിഷമത്തിലാണ്. സ്കൂൾ ഡേയ്സിൽ ഞങ്ങളൊക്കെ ഭയങ്കര ബിസിയാണ്. രാവിലെ 7 മണിക്ക് സ്കൂൾ ബസ് വരും. അതുകൊണ്ട് ഉറങ്ങാനേ പറ്റില്ല. രാവിലെ വിളിച്ചുണർത്തും. ഫുഡ് കഴിക്കാൻ നേരം ഉണ്ടാവില്ല. സ്കൂളിൽ ഒരുപാട് പഠിക്കാനും എഴുതാനും, പിന്നെ ട്യൂഷൻ ക്ലാസ്. അത് കഴിഞ്ഞാൽ ചിലരൊക്കെ ഡാൻസ്, മ്യൂസിക് ക്ലാസ് എന്നിവയിലേക്ക് പോവും. അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ തിരക്കോട് തിരക്ക്. ഞങ്ങളോട് സംസാരിക്കാൻ പോലും സമയമില്ല. അവരുടെ അടുത്ത് ചെന്നാൽ വീഡിയോ ഗെയിം ഇട്ട് തരും കളിക്കാൻ. ആ കാർട്ടൂണൊക്കെ കണ്ടു കണ്ട് ഞങ്ങൾ മടുത്തു. കുറച്ചു നേരം ഇരുന്ന് കാണും. ഏതെങ്കിലും സമയത്ത് ഫുഡ് കഴിക്കും. ഞങ്ങൾ അവിടെ തന്നെ കഴിച്ച് ഉറങ്ങിപ്പോകുകയും ചെയ്യും. അത് ശരി, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? അവരുടെ കണ്ണിലെ വിഷാദഭാവം നക്ഷത്ര പെൺകുട്ടിക്ക് വായിച്ചെടുക്കാമായിരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കട്ടെ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിഷമമെന്ന്. ഓരോ ദിവസം ഓരോരാളുടെ വീട്ടിൽ വന്ന് നിങ്ങളോടൊപ്പം കഴിയാം. എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിഞ്ഞ് അതിനെന്ത് പരിഹാരമാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ വിഷമം തീർത്തു തരാം. എന്താ? ഓക്കെ, അവരൊന്നിച്ചു പറഞ്ഞു. എന്നാൽ പറയൂ, ആരുടെ വീട്ടിലാണ് ഞാൻ ആദ്യം വരേണ്ടത്? നക്ഷത്ര ചേച്ചി, എൻ്റെ ഒപ്പം വരാമോ ആദ്യം? ഉണ്ണിക്കുട്ടൻ മുന്നോട്ട് ചെന്നു നക്ഷത്ര പെൺകുട്ടിയുടെ കൈ പിടിച്ചു. എൻ്റെ മമ്മിയും പപ്പയും ഒരിക്കലും എൻ്റെ ഒപ്പം കളിക്കുകയില്ല. എനിക്ക് ആരുമില്ല വീട്ടിൽ. അവരെപ്പോഴും ബിസിയാണ്. ഓക്കെ, എന്നാൽ ആദ്യം ഈ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകാം. എന്താ? കുട്ടികളെല്ലാം സമ്മതിച്ചു. അങ്ങനെ നക്ഷത്ര പെൺകുട്ടി ഉണ്ണിക്കുട്ടൻ്റെ കൈയും പിടിച്ച് നടന്നു ഉണ്ണിയുടെ വീട്ടിലേക്ക്. അവൾ പോകുമ്പോൾ കണ്ടു അവൻ്റെ പപ്പ വീട്ടിലേക്ക് വരുന്നത്. മകൻ്റെ കൈയും പിടിച്ച് ഒരു പെൺകുട്ടി വരുന്നത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവുമില്ലാതെ അയാൾ അകത്തേക്ക് കയറിപ്പോയി. അയാൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. നക്ഷത്ര പെൺകുട്ടി അമ്പരന്നു. പക്ഷെ ഉണ്ണിക്കുട്ടനൊന്നും തോന്നിയില്ല. ഇത് പതിവ് കാഴ്ചയാണ്. പിന്നെ അവൻ്റെ മമ്മി. അവർ അകത്തു കയറുമ്പോൾ കണ്ടത് അവർ ലാപ്ടോപ്പിൽ തകൃതിയായി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മോൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ട് അവർ മുഖമുയർത്തി നോക്കി. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ചേച്ചിമാരാരെങ്കിലും ആയിരിക്കും എന്ന് കരുതി അവർ വീണ്ടും കീബോർഡിൽ മുഖം താഴ്ത്തി. നക്ഷത്ര പെൺകുട്ടിക്ക് സങ്കടം വന്നു. ദൈവം പറഞ്ഞത് എത്ര ശരി. കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്നു. വാത്സല്യം, സ്നേഹം, പരസ്പര ധാരണ, കുടുംബ ബന്ധങ്ങൾ എല്ലാം തകരാറിലായിരിക്കുന്നു. കുഞ്ഞുങ്ങളിൽ വീട്, കുടുംബം എല്ലാം വിദൂരമായോ? അവർ വെറും ഡിജിറ്റൽ യുഗത്തിലേക്ക് തള്ളപ്പെട്ടോ? അവരെ എങ്ങനെ തിരിച്ചു പിടിക്കും? നീ അവരുടെ ഇടയിൽ ചെന്ന് യുക്തിപൂർവം പ്രവർത്തിക്കുക. ദൈവം പറഞ്ഞതോർത്തു. അവൾ ഉണ്ണിക്കുട്ടനെ നോക്കി ആത്മാർത്ഥമായി ചിരിച്ചു. മോന് വിശക്കുന്നില്ലേ? നമുക്ക് കിച്ചണിൽ പോകാം. അവൾ കിച്ചണിൽ പലതും തിരഞ്ഞു. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ടാക്കേണ്ട കൈകൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ വെജിറ്റബിൾസും നൂഡിൽസും മുട്ടയും പാലും ഒക്കെ കൊണ്ട് സാൻഡ്വിച്ചും ഓംലെറ്റും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കി അവന് കഴിക്കാൻ കൊടുത്തു. പാട്ടുപാടി ചിരിച്ചു കളിച്ചു അവനെ ഭക്ഷണം കഴിപ്പിച്ച് അവൾ ഉറക്കെ ചിരിച്ചു. അവരുടെ സന്തോഷവും പൊട്ടിച്ചിരികളും അവിടെ മുഴങ്ങി. അവൻ ഇത്രയും ആഹ്ലാദിച്ച ദിവസം വേറെയുണ്ടോ എന്ന് അവന് ഓർമ്മയില്ല. അവിടുത്തെ ശബ്ദവും ഒക്കെ കേട്ട് അവൻ്റെ അമ്മ പതുക്കെ എഴുന്നേറ്റ് വന്നു. അവർ രണ്ടുപേരും എന്തൊക്കെയോ കഴിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കഴിക്കുന്നു. മകൻ്റെ ആഹ്ലാദവും ആ മുഖത്ത് ഇതുവരെ കാണാത്ത നക്ഷത്രത്തിളക്കവും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ അവിടെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചു. പെൺകുട്ടിയോട് എന്തൊക്കെയോ തിരക്കി. മകൻ ഭക്ഷണം കഴിക്കുന്നത് നോക്കി ആസ്വദിച്ചു. അതിനിടെ ഉണ്ണിയുടെ പപ്പ കടന്നു വന്നു. ഭാര്യയെ നോക്കി എന്താണ് ഇവിടെ എന്ന അർത്ഥത്തിൽ. മോൻ്റെ സന്തോഷം നോക്കൂ. അവർ ഉണ്ണിയെ ഭർത്താവിന് കാണിച്ചു കൊടുത്തു. അയാൾ ചെറുതായി ചിരിച്ചു. പെൺകുട്ടി അവനെ കൊഞ്ചിക്കുന്നതും ഫുഡ് കഴിപ്പിക്കുന്നതും കണ്ട് കോരിത്തരിച്ചു. ഈ സന്തോഷം ഞങ്ങൾ എന്ത് ഇതുവരെ അറിയാതിരുന്നത്? അവർ സ്വയം ചോദിച്ചു. ഈ സന്തോഷം ഇനി എന്നും ഇവിടെ ഉണ്ടാവണം, അവർ പരസ്പരം പറഞ്ഞു. ഈ കൊച്ചു പെൺകുട്ടി നമ്മുടെ മനസ്സും കണ്ണും തുറപ്പിച്ചു. അവർ ആ നക്ഷത്ര പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചു ഉമ്മ വെച്ചു. Take care.